49வது ശ്ലോകം. വൈന്യഃ തു ദുര്യഃ മഹതാം സംസ്ഥിതി സംസ്ഥിത്യ അധ്യാത്മശിക്ഷയാ ആപ്തകാമം ഇവ ആത്മാനം മേനെ. ആത്മനി അവസ്ഥിതഃ വൈന്യസ്തു ധുര്യോ മഹതാം സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ ആപ്തകാമമിവാത്മാനം മേന ആത്മന്യവസ്ഥിതാ. വൈന്യഃ തു വേനപുത്രനാണ് പൃഥുചക്രവർത്തിയാകട്ടും, മഹതാം ദുര്യഃ മഹത്താണ് വ്യക്തികളിലെ ശ്രേഷ്ഠനാണ് പൃഥുചക്രവർത്തിയാകട്ടും. மகத்தான விஷயங்களையெல்லாம் இழுத்து போட்டு செய்யற பிருது சக்கரவர்த்தி ஆகட்டும். துரம் சொன்னனாக்கா பாரத்தை சுமக்கிறவன் அப்படின்னு அர்த்தம். துர்யஹா மகதாம் துர்யஹா ரொம்ப ரொம்ப மகத்தான விஷயங்களையெல்லாம் இழுத்து போட்டு செய்யற மகள் வியக்திகளில ശ്രേഷ്ഠനാന പൃഥു ചക്രവർത്തി ആകട്ടും. അധ്യാത്മശിക്ഷയ സനകാദികളിലെ സനൽകുമാരമുനി ഉപദേശിച്ച ആത്മതത്വ ഉപദേശത്താല് സംസ്ഥിത്യ നന്നാ ധൈര്യം വന്നു ചേർന്ന പൃഥു ചക്രവർത്തി, ചഞ്ചലഭാവം കൊഞ്ചം കൂട ഇല്ലാത്ത മനസ്സ് ശാന്തமான പൃഥു ചക്രവർത്തി. മനസ്സ് ശാന്തമാനതാலேயே இந்திரிய நியந்திரணம் வந்து சேர்ந்த பிருது சக்கரவர்த்தி. மனசும் இந்திரியங்களும் சொல்படிக்கு நிறுத்தறதுக்கு சாதிக்கிற அந்தக்கரண சுத்தி வந்து சேர்ந்த பிருது சக்கரவர்த்தி. ஒரே விஷயத்தை இப்படி 2-3 தடவையாயிட்டு ரிப்பீட் பண்றது எதனால அப்படின்னாக்கா, ஒரு தடவை சொல்லும் போது அது என்னவாக்கும் சொல்றதுன்னு புரியலை அப்படின்னாக்கா அதனோடு மாற்று சென்டென்ஸ் ஆயிட்டாக்கும் மறுபடியும் எடுத்து சொன்னது அது கரெக்டா சொல்ற அர்த்தத்தோடையே புரியணும் அப்படிங்கிறதுனாலேயாக்கும் நிறைய இடத்துல ஒரே விஷயத்தை மறுபடியும் வேற வேற ஆயிட்டு ரிப்பீட் செய்யப்பட்டிருக்கும். இப்ப மனசும் இந்திரியங்களும் சொல்படிக்கு நிறுத்தறதுக்கு சாதிக்கிற அந்தக்கரண சுத்தி வந்து சேர்ந்த பிருது சக்கரவர்த்தி. ஆத்மனி அவஸ்திதா ആത്മാവിലെ സ്ഥിതി ചെയ്യற അന്തര്യാമിയാണ് ഭഗവാനെയാണ് പൃഥു ചക്രവർത്തി. ആത്മാനം തന്നെ തന്നെയും ആപ്തകാമം ഇവമേനെ എല്ലാവിധ ആഗ്രഹങ്ങളും നടന്ന് പൂർണ്ണ തൃപ്തി വந்தவனாயிட்டு இனி ஒண்ணுமே கிடைக்கிறதுக்காயிட்டு இல்லை அப்படிங்கிற மாதிரி, இனி ஒரு ஆக்ரகமும் சாதிக்கிறதுக்காயிட்டு இல்லை அப்படிங்கிறவன மாதிரி സ്വയം நினைச்சு திருப்தி அடைஞ்சார், பரிபூர்ண திருப்தி அடைஞ்சார். போரும் போரும் அப்படிங்கிற அளவுக்கு அவருக்கு ஒரு திருப்தி உண்டாச்சு. போதும் அப்படிங்கிற மனமே பொஞ்செய்யும் மருந்து. அப்ப அந்த போரும் அப்படிங்கிற சாட்டிஸ்பாக்சன் எல்லாருக்கும் வந்துடாது. இவருக்கு அந்த போரும், இனி எனக்கு ஆக்ரகங்களொன்னும் இல்லை,
எனக்கு எல்லா ஆக்கிரகங்களும் பூர்த்தியாயாச்சு அப்படிங்கிற ஒரு சாட்டிஸ்ஃபேக்ஷன் வந்து சேர்ந்தது. 50வது ஸ்லோகம். கர்மாணி ச யதா காலம் யதா தேசம் யதா பலம் யதோஜிதம் யதா உஜிதம் யதோஜிதம் யதா வித்தம் அகரோத் பிரம்மசாத்கிருதம். கர்மாணி யதா காலம் யதா தேசம் யதா பலம் யதோஜிதம் யதா வித்தம் அகரோத் பிரம்மசாத்கிருதம். பகவத் தத்துவம் தெரிஞ்சு ராஜர்ஷியாயிட்டு பிரஜாபரிபாலனம் நடத்தினார் பிருது. பிரம்மசாத்கிருதம் പരമാത്മാവിലെ സമർപ്പിച്ച് മനസ്സ് പരമാത്മാവിലെ സമർപ്പിച്ച് സ്വധർമാനുഷ്ഠാനം ചെഞ്ചാർ പൃഥു. അവരോട് കർത്തവ്യമാണ് രാജാവോട് ഡ്യൂട്ടിയാണ് പ്രജാപരിപാലനം அப்படிங்கிற സ്വധർമ്മത്തെ അവർ നന്നാ ചെഞ്ചാർ. എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പരമ്പൊരുളാക്കും அப்படிங்கிற ബോധത്തോടു കൂടിയിട്ട് ഈശ്വരാർപ്പണമായിട്ട് കൃഷ്ണാർപ്പണമായിട്ട് സ്വധർമ്മമാണ് ക്ഷത്രിയധർമ്മമാണ് പ്രജാപരിപാലനം പൃഥു നടത്തിനാർ. മനസ്സ് ഭഗവാനിലെ ലയിപ്പിച്ച് രാജാവോട് സിംഹാസനത്തിലെ അലങ്കാരത്തോടു കൂടി ഒക്കാന്നുണ്ട്. മനസ്സ് ഭഗവാനിലെ ലയിപ്പിച്ച് രാജർഷിയായിട്ട് പ്രജകളോട് ക്ഷേമത്തുകായിട്ട് പല പല പ്രവൃത്തികളും ചെഞ്ചുകൊടുത്ത് പല പല സൗകര്യങ്ങളും പ്രജകൾക്ക് ചെഞ്ചുകൊടുത്തുണ്ട് പ്രജാപരിപാലനം നടത്തിനാർ പൃഥു ചക്രവർത്തി. യഥാകാലം ഓരോ കാലത്തുക്കും തകുന്ന മാതിരി, യഥാദേശം ഓരോ ദേശത്തുക്കും തകുന്ന മാതിരി, ശാസ്ത്ര വിധിപടി യഥാബലം ശക്തിക്ക് തകുന്ന മാതിരി, യഥാവിത്തം സാമ്പത്തിക സ്ഥിതിക്ക് തകുന്ന മാതിരി, യഥാ ഉചിതം എന്നവാക്കുമോ ഉചിതമായിട്ട് ഉള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അധർമ്മമില്ലാതെക്ക് ധർമ്മചിന്തനയോട് കൂടിയിട്ട് എന്നവാക്കുമോ ഉള്ളത് ചെയ്യേണ്ടതാന കാര്യങ്ങളെയെല്ലാം അവര് കർമാണിജ എല്ലാ കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായിട്ട് അവര് അകരോത് അനുഷ്ഠിച്ച് പ്രജാപരിപാലനത്തെ നടത്തിനാർ. 51வது ശ്ലോകം. ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിശങ്കഃ സമാഹിതഃ കർമ്മ അധ്യക്ഷം ച മന്വാൻ ആത്മാനം പ്രകൃതേഃ പരം. ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിശങ്ക സമാഹിത കർമാധ്യക്ഷം ച മന്വാൻ ആത്മാനം പ്രകൃതേഃ പരം. പൃഥു ചക്രവർത്തി ஸ்வதர்மானுஷ்டானமாயிருக்கிற பிரஜாபரிபாலனம் அப்படிங்கிற கர்மம் செஞ்சுருக்கார் அப்படிங்கிறத நம்ம பார்த்தோம். பலம் செய்யற கர்மங்களோடு கர்மபலம் பிரம்மணி விந்யஸ்யா പരബ്രഹ്മത്തില സമർപ്പിച്ചുണ്ടാക്കും അവർ കർമ്മങ്ങളെ ചെഞ്ചാർ. എந்த ഒരുവിധ പ്രതിഫലനം ആഗ്രഹിക്കാതെക്ക് അവര് പൂർണ്ണമാണ് ഭഗവത് സമർപ്പണ ഭാവത്തിലെ കർമാനുഷ്ഠാനം ചെഞ്ചാർ. ഞാൻ ഒന്നും ചെയ്യறதில்லை, என்னை விட்டு இதெல்லாம் செய்ய வைக்கிறது பரபிரம சக்தியாக்கும் அப்படின்னு அவரு நன்னா தெரிஞ்சுண்டு அவரோட டியூட்டியை செஞ்சார். ஆத்மா பிரகிருதிக்கு அப்பாற்பட்டவனாக்கும் அப்படின்னும் நம்ம செய்யற கர்மங்களோடு சாட்சி மட்டுமாக்கும் அப்படிங்கிற அந்த போதம் அவருக்கு வந்து சேர்ந்தது. எல்லா கர்மங்களும்
ബ്രഹ്മത്തിലെ സമർപ്പിച്ച് നിർവിശങ്ക പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒന്നിലെയും പരിപൂർണമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാതെക്ക്, യാതൊരു സംബന്ധവും ഇല്ലാതെക്ക്, സമാഹിത ജാഗ്രത അവസ്ഥയിലെ ചെയ്യற പ്രവൃത്തിയിലെ ഒരു കുറവും ഇല്ലാതെക്ക് ரொம்ப കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഡ്യൂട്ടിയെ ചെഞ്ചാർ. പ്രകൃതേഹേ പരം പ്രകൃതിക്ക് അപ്പാർപ്പെട്ട ആത്മാനം പരമ്പൊരുളേ ആണ് ആത്മാവ്. അന്ത പരമ്പൊരുളെ കർമാധ്യക്ഷം ചെയ്യற കർമ്മങ്ങളോട് അധ്യക്ഷനായിട്ടും മന്വാനഹ നനയ്க்கிறവനായിട്ട് പൃഥുചക്രവർത്തി പ്രജാപരിപാലനത്തെ ചെഞ്ചാർ. 52ാவது ശ്ലോകം. ഗൃഹേഷു വർത്തമാനഃ അഭി സ സാമ്രാജ്യശ്രിയ അന്വിതഃ ന അസജ്ജതേ ഇന്ദ്രിയ അർത്ഥേഷു നിരഹമ്മതിഹി അർക്കവത്. ഗൃഹേഷു വർത്തമാനോപി സ സാമ്രാജ്യശ്രിയാന്വിത നാസജ്ജതേന്ദ്രിയാർത്ഥേഷു നിരഹമ്മതിരർക്കവത്. ഗൃഹേഷു വർത്തമാനഃ അഭി ഗൃഹസ്ഥാശ്രമത്തിലെ വാഴുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമിയായിട്ട് കൂടിയും മனைவியோடும் குழந்தைகளோடும் கூடிட்டு நன்னா மிங்கிள் பண்ணி வாழ்ந்துருக்கிறார் அப்படின்னா கூடியும் ச சாம்ராஜ்யஸ்ரீயா அன்விதா സാമ്രാജ്യത്തോട് അധിപനാനതിനാല എല്ലാവിധ രാജകീയ പ്രവൃത്തികളോട് കൂടിയിട്ട് അവർ വാഴറാർ அப்படின்னா കൂടിയും ഇന്ദ്രിയ അർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിലെ ന അസജ്ജതേ ആസക്തനാകാതെക്ക്, സംഘമില്ലാതെക്ക്, അറ്റാച്ച്മെന്റ് ഇല്ലാതെക്ക്, നിരഹമ്മതിഹി ഞാൻ എന്നോടത് ഇപ്പടിங்கிற അഹങ്കാരഭാവം ഇല്ലാതെക്ക്, അർക്കവത് സൂര്യനെ മാതിരി കർമ്മസാക്ഷിയായിട്ട് வாழ்ந்தார். ഭഗവത് തത്വം தெரிஞ்சதுக்கு அப்புறமும் அவரு கர்மயோகியாயிட்டு സ്വധർമാനുഷ്ഠാനത്തെ செஞ்சார். பகவத் தத்துவம் தெரிஞ்சாச்சு, இனி ஒன்றும் எனக்கு செய்ய வேண்டாம் அப்படின்னு அமைதியாயிருக்க ஒண்ணுமில்லை. அவரோடு அந்த സ്വധർമാനുഷ്ഠാനത്തെ கரெக்டா செஞ்சுட்டு இருந்தார். 53ാவது ശ്ലോകം. ഏവം അധ്യാത്മയോഗേന കർമാണി അനുസമാചരൻ പുത്രാൻ ഉൽപാദയാമാസ പഞ്ച അർച്ചിഷി ആത്മസമ്മതാൻ. ഏവമധ്യാത്മയോഗേന കർമാണ്യനുസമാചരൻ പുത്രാനുൽപാദയാമാസ പഞ്ചാർച്ചിഷ്യാത്മസമ്മതാൻ. ഏവം ഇപ്പടിയാക അധ്യാത്മയോഗേന ഭഗവാനിലെ മനസ്സ ഉറപ്പിച്ച് ആത്മാരാമനായിട്ട് ഇരുന്നുണ്ട്. കർമാണി കർമ്മങ്ങളെ അനുസമാചരൻ தொடர்ந்து செஞ்சுண்டு ஜீவிக்கிற பிருதுசக்கரவர்த்திக்கு அர்ச்சிஷி மகாலட்சுமியோடு அம்சாவதாரமான அர்ச்சிசு அப்படிங்கிற தேவியில ஆத்மசம்மதான் பிருதுசக்கரவர்த்தி மகாவிஷ்ணுவோடு அம்சாவதாரமாக்குமே அவருக்கு துல்லியமான அதாக்கும் ஆத்மசம்மதான். அந்த அளவுக்கு தேஜஸ் இருக்கிற பஞ்சபுத்திரான் 5 புத்திரர்களை உல்பாதயாமாசா உல்பாதிப்பிச்சார். அவரு
അവർക്ക് 5 കുഴന്തകൾ ജനിച്ചത്. അവർ 5 കുഴന്തകളെ സൃഷ്ടിച്ചാർ. 54வது ശ്ലോകം. വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവിണം മൃഗം സർവേഷാം ലോകപാലാനാം ദദാരൈകഃ പൃഥുഃ ഗുണാൻ. വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവിണം മൃഗം സർവേഷാം ലോകപാലാനാം ദദാരൈക പൃഥുർഗുണാൻ. அஞ்சு புத்திரர்கள் அவருக்கு உண்டாச்சு. அந்த 5 புத்திரர்களோட பேருகளை இங்கே சொல்லப்படுறது. விஜிதாஸ்வம், விஜிதாஸ்வன். വിജിതാശ്വനോട് പേരെ നമ്മൾ பார்த்ததாக்கும். പൃഥു നടത്തിന 99 അശ്വമേധ യാഗങ്ങൾക്ക് അപ്പുറം 100வது அஸ்வமேத யாகம் ஆரம்பிச்சோன்னு அதை தடங்கல் பண்றதுக்காயிட்டு இந்திரன் பல தடவை வேஷப்பிரச்சன்னாயிட்டு வந்ததும் பிருதுவோடு மூத்த புத்திரன் இந்திரனோடு பின்னால ஓடி போய் அந்த யாகாஸ்வத்தை திரும்ப கொண்டு வந்ததையும் நம்ம பார்த்ததாக்கும். அதனால அந்த யாகசாலையில இருக்கிற முக்கிய முனிஸ்ரேஷ்டர்கள் பிருதுவோடு அந்த புத்திரனுக்கு விஜிதாஸ்வன் அப்படிங்கிற பேரை கொடுத்தா. அதாக்கு நம்ம இங்க பார்த்த முதல் பேரு விஜிதாஸ்வன். அதுக்கப்புறம் தூம்ரகேசம், தூம்ரகேசன், ஹரியக்ஷம், ஹரியக்ஷணன், திரவிணம், திரவிணன், விருகம், விருகன். விஜிதாஸ்வனோடு கூட பிறந்த 4 புத்திரர்களோடு 4 சகோதரர்களோடு பேர்களையும் சேர்த்தியாக்க நம்ம இங்க பார்த்தோம். அப்படி மொத்தம் 5 புத்திரர்கள். சர்வேஷாம் எல்லாரும் സർവേഷാം ലോകപാലാനാം ലോകപാലர்களோடு എല്ലാവിധ ഗുണങ്ങളെ ദദാര സ്വീകരിച്ചിട്ട് പരിപാലനം പണിനാർ പൃഥു ചക്രവർത്തി. ഏകഹാ പൃഥു, ഭൂമിയോടെല്ലാം ചക്രവർത്തിയാണ് പൃഥു ചക്രവർത്തി. ഏകനാന പൃഥു ചക്രവർത്തി എല്ലാ ലോകപാലர்களோடும் ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് പ്രജാപരിപാലനത്തെ ചെഞ്ചാർ. 55வது ശ്ലോകം. ഗോപീദായ ജഗത്സൃഷ്ടേഃ കാലേ സ്വേ സ്വേ അച്യുത ആത്മകഃ മനഃ വാക് വൃത്തിഭിഃ സൗമ്യൈഃ ഗുണൈഃ സംരഞ്ജയൻ പ്രജാഃ. ഗോപീദായ ജഗത്സൃഷ്ടേ കാലേ സ്വേ സ്വേച്യുതാത്മകഃ മനോവാഗ് വൃത്തിഭിഃ സൗമ്യൈർഗുണൈഃ സംരഞ്ജയൻ പ്രജാഃ. விஷ்ணுவோடு அம்சாவதாரமான அவரு வாக்கு கர்மம் மனசு இதனாலையெல்லாம் ரொம்ப சௌமிய பாவத்தோடு கூடிட்டு பிரஜகளை குஷிப்படுத்திண்டு பிரஜாபரிபாலனத்தை நடத்தினார். கர்வமொன்னுமில்லாதக்கு நான் ராஜாவாக்கும், நான் சொன்னா நீங்கள் எல்லாம் கேட்டுதான் ஆகணும், இப்படி இருக்கிற தலக்கணம் ஒன்றும் இல்லாதக்காக்கும் அவர் ராஜ்ய பரிபாலனத்தை பண்ணினார்.
അച്യുത ആത്മക, ഒരു കുറവുമില്ലാത്ത പൂർണ്ണനാന അച്യുതനില് മനസ്സലയിപ്പിച്ച പൃഥുചക്രവർത്തി ഓരോ ലോകപാലர்களோடு ഗുണങ്ങളിലേന്ത് സ്വേ സ്വേ കാലേ അതാത് സമയങ്ങളില് ഏത് സമയത്തില് ആരോട് ഗുണം വേണമോ அந்த ഗുണത്തെ അവർ സ്വീകരിച്ചാൽ ജഗത് സൃഷ്ടേഹേ ജഗത്തോട് സൃഷ്ടിക്കായിട്ട് ഗോപീരായ ജഗത്തോട് സംരക്ഷണத்துக்காയിട്ട് இப்படி പല പല ലോകപാലர்களோടും ഗുണങ്ങളെ പൃഥുചക്രവർത്തി സ്വീകരിച്ചാർ. അഗ്നിയായിട്ടും വരുണനായിട്ടും സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും യമനായിട്ടും വായുവായിട്ടും കുബേരനായിട്ടും ഇന്ദ്രനായിട്ടും இப்படி എല്ലാരോടും ഗുണങ്ങളെ அப்பப்ப പ്രയോജനപ്പെടുത്തുறதுக்கு പൃഥുவுக்கு സാധിച്ചത്. പ്രപഞ്ചത്തോട് 8 டைரக்ஷன்ல ഭരിக்கிற അഷ്ടദിക്പാലர்களாയിട്ട് പ്രവർത്തിக்கிறதுக்கு പൃഥുவுக்கு സാധിക്കും. വടക്ക് ദിക്കോട് അധിപതി കുബേരൻ, തെക്ക് ദിക്കോട് അധിപതി യമൻ, കിഴക്ക് ദിക്കോട് അധിപതി ഇന്ദ്രൻ, മേற்கு ദിക്കോട് അധിപതി വരുണൻ, വടകിഴക്ക് അധിപതി ഈശാനൻ, തെക്ക് കിഴക്ക് അധിപതി അഗ്നി, വടമേற்கு അധിപതി വായു, തെന്മേற்கு അധിപതി நிருதி தேவி. இப்படி அஷ்டதிக்பாலர்கள் ആരായിട്ട് വേണാലും വർക്ക് പண்றதுக்கு പൃഥുவுக்கு സാധിക്കും. ലോകപാലர்களிലെ ആരാതും ശരിക്കും വർക്ക് பண்ணலை அப்படின்னாக்கா அவளோடு வர்க்க പൃഥു സ്വയമായിട്ട് செஞ்சிடுவார். അവളോടെല്ലാം ഗുണങ്ങളെ അതുക്കായിട്ട് അവർ സ്വീകരിച്ചാൽ ഭഗവാൻ വിഷ്ണുവോട് അംശാവതാരமான പൃഥു ചക്രവർത്തി മനഃ മനസ്സ്, വാക്ക്, വൃത്തിഭിഹി പ്രവൃത്തികൾ, അതായത് മനസാവാച കർമ്മണ മനസാലെയും വാക്കാലെയും പ്രവൃത്തിയാലെയും അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെല്ലാം സൗമ്യഹി ഗുണൈഹി ரொம்ப சாஃப்டான குணங்களோடு கூடிட்டு அவர் செஞ்சார். சௌமியபாவத்தோடு கூடிட்டு எல்லா டியூட்டிகளையும் அவர் செஞ்சு പ്രജകളെ എല്ലാം സംരഞ്ജയൻ നന്ന ഖുഷിപ്പെടുത്തി മനസ്സ് കുളിര മാതിരി സന്തോഷപ്പെട വെച്ച് രാജ്യപരിപാലനത്തെ ചെഞ്ചാൽ.